ഇൻസ്റ്റാഗ്രാമും വ്ളോഗിംഗ് ഒക്കെ തുടങ്ങിയിട്ട് ഇപ്പൊ ഏകദേശം ഒരു കുറച്ചു കാലമായില്ലേ, നിനക്കിതുവരെ പൈസ ഒന്നും കിട്ടി തുടങ്ങിയില്ലേ എന്ന് പറഞ്ഞിട്ട് എനിക്ക് കുറച്ചധികം DM-ഉം അതുപോലെ തന്നെ നമ്മൾ അറിയാത്തവരൊക്കെ കുറച്ചധികമായി ചോദിക്കണം. പൈസ കിട്ടുന്നില്ല എന്ന് മാത്രമല്ല, എന്റെ കയ്യിൽ നിന്ന് അത്യാവശ്യം നല്ല പൈസ പോടുന്നുണ്ട്. ഞാൻ ഈ ഒരു പരിപാടി സ്റ്റാർട്ട് ചെയ്തത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇൻകത്തിന് വേണ്ടിയിട്ടല്ല, എൻ്റെ ഒരു പാഷൻ, എൻ്റെ ഒരു ഇഷ്ടത്തിന് വേണ്ടി മാത്രം തുടങ്ങിയ പരിപാടിയാണ്. അതുപോലെ തന്നെ ഈ റെസ്റ്റോറൻറ്റ്സിലൊക്കെ പോയിട്ട് ചുമ്മാതെ ഒരു ഫുഡ് എടുത്തിട്ട് ഇത് കിടുവോ പറയാനൊന്നും എന്നെ കൊണ്ട് പറ്റാറില്ല, ടു ബി വെരി ഓണസ്റ്റ്. അതുകൊണ്ടാണ് ഞാൻ നോ പെയ്ഡ് കൊളാബ്സ് എന്ന് പറഞ്ഞ ലൈൻ തന്നെ പിടിച്ചത്. അതുപോലെ തന്നെ എൻ്റെ പാളുന്ന റെസിപ്പീസും പാളാത്ത റെസിപ്പീസും കിടു റെസിപ്പീസും എല്ലാം ഞാൻ നിങ്ങളെ കാണിക്കുന്നത്. ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല നിങ്ങൾ ഇതൊക്കെ ട്രൈ ചെയ്യുന്നു. ഓരോ ദിവസം ഞാൻ ഈ ഇൻസ്റ്റാഗ്രാം തുറക്കുന്ന സമയത്ത് വരുന്ന DM കണ്ട് സത്യം പറഞ്ഞാൽ ഞാൻ ഞെട്ടാറുണ്ട്. ഇത്രയും പേഴ്സണലി എനിക്കൊരു ഫോളോവർ കൂടുമ്പോൾ ഒരാൾ എനിക്ക് DM അയച്ചതാണ്, ഇയാൾക്ക് ഫോളോവേഴ്സ് കൂടുമ്പോൾ ഐ ഫീൽ ലൈക്ക് പേഴ്സണൽ, എനിക്ക് കൂടുന്ന പോലെയാണ് തോന്നണേന്നൊക്കെ പറഞ്ഞ് DM വരാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടു ബി ഓണസ്റ്റ് അതത്ര ചില്ലറ കാര്യമല്ല, എല്ലാവർക്കും കിട്ടുന്ന ഒരു കാര്യമല്ല. അത് ഭയങ്കര ഒരു അംഗീകാരം തന്നെയല്ലേ. ആൻഡ് ഐ എം സോ ഹാപ്പി അബൌട്ട് ഇറ്റ്. 0 നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ഇന്ന് 100, 200, 300 അങ്ങനെ കടന്ന് ഓരോ ഫോളോവേഴ്സ് കൂടുമ്പോഴും ഞാനിങ്ങനെ ഭയങ്കര എക്സൈറ്റഡ് ആണ് ആവാറ്. ഇന്ന് 10K എന്ന് പറയുന്ന ചെറിയൊരു മൈൽ സ്റ്റോൺ ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അത് അച്ചീവ് ചെയ്യാൻ എന്നെ ഹെൽപ്പ് ചെയ്തത് സത്യം പറഞ്ഞാൽ നിങ്ങൾ ഓരോരുത്തരുമാണ്. നിങ്ങളോടുള്ള താങ്ക് യു ആണ് എൻ്റെ ഇന്നത്തെ വ്ളോഗിങ്. സോ ഇത്രയും എക്സൈറ്റ്മെൻറ്റ് സന്തോഷം ഒരുമിച്ച് വന്നപ്പോൾ ഐ തോട്ട് എന്തെങ്കിലും ഒരു സ്പെഷ്യൽ ഉണ്ടാക്കാമെന്ന്. ചക്കയുടെ ഒക്കെ പോലെ ഞാൻ ട്രൈ ചെയ്തതാണ് ഒരു മാമ്പഴത്തിൻ്റെ അട. ചെറിയ രീതിയിൽ അതൊന്ന് പാളി. വേറെ ഒന്നുമല്ല, മാമ്പഴത്തിന് കുറച്ചധികം പുളി കൂടുതലായിരുന്നു. അതുകൊണ്ട് ഇങ്ങനെ കഴിക്കുന്ന സമയത്ത് പുളി ലേശം കൂടിപ്പോയി. അതെന്തെങ്കിലും ആവട്ടെ, തിന്നാൻ പറ്റുന്നുണ്ടല്ലോ, എനിക്കത് മതി. ഇനി നിങ്ങൾ പറ, നിങ്ങളുടെ അച്ചീവ്മെന്റ്സ് ഒക്കെ നിങ്ങൾ എങ്ങനെയാണ് ആഘോഷിക്കുക? ഞാൻ ഇതുപോലെയാണ് ആഘോഷിക്കുക. എൻ്റെ ഈ വീഡിയോസ് കണ്ടിട്ട് എന്നെ അറിയണേക്കാൾ കൂടുതൽ അറിയാത്ത എന്തോരം പേരാന്ന് പറയും നമ്മൾ ഭയങ്കര കാര്യമായിട്ട് സപ്പോർട്ട് ചെയ്യണത്. ഇനിയും എന്നെ പറഞ്ഞു കഴിഞ്ഞിട്ടില്ല, അത് അടുത്ത വീഡിയോയിൽ പറയാം. അപ്പൊ എന്തായാലും വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ഇനിയും എന്നെ സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ പുതിയ ആളുകൾ പോരട്ടെ, ഫോളോ ചെയ്യൂ. ആൻഡ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഈ വീഡിയോന്റെ താഴെ രേഖപ്പെടുത്താം.